ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. നമ്മൾ LDC പരീക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു PYQ സീരീസ് ബയോളജിയിലും അതുപോലെ ഇംഗ്ലീഷിലും നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന് 11 സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 110ഓളം ചോദ്യങ്ങളെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബയോളജിയിൽ 5ാമത്തെ സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പുതുതായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങളെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: DPT അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിൻ എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ക്ഷയം, പോളിയോ, ടെറ്റനസ്; ബി ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ; സി ഡിഫ്തീരിയ, പോളിയോ, റൂബല്ല; ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ശ്രദ്ധിക്കണേ, DPTയിലെ ഡി എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പി എന്ന് പറയുന്നത് പെർട്ടിസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, ടി എന്ന് പറയുന്നത് ടെറ്റനസ്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. ഡിഫ്തീരിയ നമുക്കറിയാം, തൊണ്ടമുള്ളെന്നാണ് ഡിഫ്തീരിയ അറിയപ്പെടുന്നത്. വാക്സിൻ നേരത്തെ കൊടുക്കുക എന്നാണ് ഈ അസുഖത്തിന്റെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. ടെറ്റനസ് എന്ന് പറയുന്നത് TT നമുക്ക് പറയാം, മുറിവിലൂടെ പകരുന്ന അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ലോക്ക് ജോ എന്നറിയപ്പെടുന്ന അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. അതുപോലെ വില്ലൻ ചുമ, അതുപോലെ വില്ലൻ ചുമ എന്ന് പറയുന്നത് 100 ഡേ കഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മൂന്നും ബാക്ടീരിയ പരത്തുന്ന രോഗാണുക്കളാണ് എന്നത് മറക്കരുത്. ട്രിപ്പിൾ ആന്റിജൻ എന്നോ ട്രിപ്പിൾ വാക്സിൻ എന്നോ ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ആരാണ്ട? DPT തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. താഴെ പറയുന്നവയിലെ ജീവിതശൈലി രോഗം ഏതാണ്? അർബുദം, പ്രമേഹം, പക്ഷാഘാതം, ടൈഫോയിഡ്, ഇൻഫ്ലുവൻസ, ക്ഷയം, വയറിളക്കം, കോളറ, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ്, തിമിരം, ജലദോഷം. നോക്കണം, ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ അർബുദം ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നു. അതുപോലെ പക്ഷാഘാതവും ഒരു ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നു. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ തന്നെ 4 ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയിൽ തെറ്റായത് എഴുതുക. വൈറസ് ബാധിച്ച കോശത്തെ നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നോക്കാം. അതായത് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രണ്ടും T ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോയിന്റ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏതാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിംഫോസൈറ്റുകൾ 2 തരമുണ്ട്. T ലിംഫോസൈറ്റുമുണ്ട്, ബി ലിംഫോസൈറ്റുമുണ്ട്. ഇതിനകത്ത് ബി ലിംഫോസൈറ്റിന്റെ ജോലി ചോദിച്ചാൽ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ചിട്ട് അങ്ങനെ ബാക്ടീരിയ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആന്റിജൻ എന്നൊരു സാധനമുണ്ട്, അതിന്റെ വിഷാംശത്തെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 3, ഈ ഐക്യമത്യം മഹാബലം നമ്മൾ പറയുന്നത് പോലെ മറ്റു WBCകളെടുത്ത് അവരെ ഒന്ന് പറഞ്ഞ് ഉത്തേജിപ്പിച്ചെടുത്തിട്ട് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ഒരുമിച്ച് ഇറങ്ങി പുറപ്പെടുന്നു. ഇതാണ് ബി ലിംഫോസൈറ്റുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ബി ലിംഫോസൈറ്റുകൾ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് എന്നതും മറക്കരുത്. ഇനി T ലിംഫോസൈറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നു? വൈറസ് ബാധിച്ച കോശത്തെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശത്തെ നശിപ്പിക്കുന്നു. അതുപോലെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? T ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റും കൂടി അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം A ഉൾപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്ത്? കോർണിയയുടെ വരൾച്ച തടയാൻ, തിമിരബാധ തടയാൻ, ഗ്ലോക്കോമ തടയാൻ, നിശാന്തത തടയാൻ. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. 1ഉം 4ഉം, 2ഉം 4ഉം, 3ഉം 4ഉം ഇവയൊന്നുമല്ല. സർക്കാരിന്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ, അതായത് ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1ഉം 4ഉമാണ്. അതായത് കോർണിയയുടെ വരൾച്ച തടയുക, അതുപോലെ നിശാന്തത തടയുക, ഇത് രണ്ടുമാണ്. അതായത് വിറ്റാമിൻ A എന്ന് പറയുന്ന സാധനം കോർണിയയുടെ വരൾച്ചയുമായി ബന്ധപ്പെട്ടിട്ട് സിറോഫ്താൽമിയ പോലുള്ള അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച നഷ്ടപ്പെടുന്ന നിശാന്തത ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ രാത്രിയിൽ കാഴ്ച കുറയുന്ന ഒരു കണ്ടീഷനാണ് നിശാന്തത എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുന്നത് കാരണം നമുക്ക് റോഡ് കോശങ്ങൾക്ക് പ്രകാശത്തോട് പ്രതികരിക്കാൻ കഴിയാതെ വരുന്നതാണ് നിശാന്തതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കണം. നിശാന്തത ജന്മനാ വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ നിശാന്തത നമുക്ക് ഈ പരിക്ക് മൂലം നിശാന്തത വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിശാന്തത വരാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് പോഷകാഹാരക്കുറവ് മൂലം. നമ്മൾ പഠിക്കുന്ന അതാണ് നിശാന്തത.
പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്നു. അതുപോലെ സിറോഫ്താൽമിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണ് എന്താ പറയുക ഡ്രൈ ആയി പോകുന്ന അല്ലെങ്കിൽ വരണ്ടു പോകുന്ന അവസ്ഥയാണ്, കണ്ണുനീരില്ലാത്തൊരവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ സിറോഫ്താൽമിയാണ്. അതുപോലെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് വിറ്റാമിൻ A2ന്റെ അപര്യാപ്തത ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്ടാ സിറോഫ്താൽമിയാണ് എന്നത് മറക്കണ്ട. ക്ലിയർ അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റീയുടെ സംഭാവനയിൽ ശരിയായത് ഏതാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ശരിയായ സംഭാവന ഏത്? സസ്യത്തെ ഏകവർഷികൾ, ദ്വിവർഷികൾ എന്നിങ്ങനെ വിളിക്കുന്നു. അതുപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യത്തെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകമിറക്കി. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. ഓപ്ഷൻ എ 1ഉം 3ഉം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ ബി 3ഉം 4ഉം ശരി, ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്നിങ്ങനെ തരംതിരിച്ചത് ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. സസ്യങ്ങളെ ഏകവർഷി, ദ്വിവർഷി, ബഹുവർഷി എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി 2, സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് നമ്മുടെ ആര് തന്നെയാണ്? ജോൺ റേ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 3, 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. ശരിയാണ്. ആ പുസ്തകം പുറത്തിറക്കിയത് ആര് തന്നെയാണ്? നമ്മുടെ ജോൺ റേ തന്നെയാണ്. ഇനി അടുത്തത് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അത് അരിസ്റ്റോട്ടിലാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും ഇല്ലാത്തവയെന്നും തരംതിരിച്ചത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2ഉം 3ഉം ശരി എന്നതാണ് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? 2ഉം 3ഉം ശരി എന്നതാണ് ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ചിക്കൻ ബോക്സ് പരത്തുന്ന സൂക്ഷ്മജീവി ഏതാണ്? ചിക്കൻ ബോക്സ് പരത്തുന്ന സൂക്ഷ്മജീവി ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെരിയോള, വെരിസെല്ല, റൂബിയോള, അതുപോലെ റൂബല്ല. ചിക്കൻ ബോക്സ് പരത്തുന്ന സൂക്ഷ്മജീവി എന്ന് പറയുന്നത് വേരിസെല്ല അല്ലെങ്കിൽ വേരിസെല്ല സോസ്റ്റർ എന്ന് നമുക്ക് വിളിക്കാം. വേരിസെല്ല സോസ്റ്റർ മൂലം ഉണ്ടാകുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത്. ഇനി വെരിയോള എന്ന് പറയുന്നത് വസൂരിയുടേതാണ് കേട്ടോ, മറക്കല്ലേ. വസൂരിയുടെ രോഗാണുമാണ് എന്തെന്ന് പറയുന്നത്? വെരിയോള എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ വേരിസെല്ല മറക്കരുത്. വേരിസെല്ല ചിക്കൻ ബോക്സും വെരിയോള എന്ന് പറയുന്നത് വസൂരിയാണ് എന്നതും ഓർക്കു വെക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ? അപ്പോൾ വെരിസെല്ല വൈറസ് അതാണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കുറച്ച് കുഞ്ഞു ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു സെഷനിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.